ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ZX വേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ ദുബായിലേക്ക് എത്തിയിട്ട് 4 ദിവസമായി. 28-നായിരുന്നു വരുന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് തിരക്ക് കാരണം സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലാണ് എന്നാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ദുബായ് എയർപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കരിപ്പൂർ ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്ന തിരക്കിലും അതേപോലെ ഇമിഗ്രേഷൻ തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് മോന് ചെറിയൊരു ഫീവർ ഉണ്ടായിരുന്നു. പിന്നെ ഓന് കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. ഇവിടെ ദുബായിലെത്തുന്ന സമയം വരെ ഓന് കയ്യിൽ തന്നെ ആയിരുന്നു. ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഇമിഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂർ നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്ലെയിനിൽ വെയിറ്റിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുപാട് കുറച്ച് നടക്കാനുണ്ടല്ലോ. പോയവർക്കൊക്കെ അറിയാൻ പറ്റും, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. മോൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. വടകരയുള്ള ഒരു ഫ്രണ്ടാണ്. അവൾ അതേ പ്രായമുള്ള ഒരു മോള്. നല്ല കമ്പനി ആയിട്ടുണ്ട് മോളായിട്ട്. അവർ നല്ല സംസാരമൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഒരേ പ്രായക്കാരാണ് കേട്ടോ. അവർ ഫാമിലി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. വടകരയുള്ളതാണ് അവർ. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതിൽ നമ്മൾ പോകുന്ന ആകാശ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വിവരിച്ച് പറയുന്നൊന്നുമില്ല. ഒക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഏകദേശം അവിടെ അടുത്തെത്താറായിട്ടുണ്ട്. നമ്മളൊക്കെ ബോർഡിംഗ് പാസും ഇമിഗ്രേഷനൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ക്ലിയറായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മൾ കൂടെ ആരും ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ തന്നെ ആയിരുന്നു. എൻ്റെ വലിയ മോന് വന്നിട്ടില്ല. ഞങ്ങൾ 3 മക്കളായിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ മോന് +1-ലായതുകൊണ്ട് അവനക്ക് ലീവൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവനെ നാട്ടിൽ ഉമ്മൻ്റെ അടുത്ത് ഉപ്പൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വരുന്നത്. നമ്മൾ പ്ലെയിനിൽ കയറി ഇനി കുറച്ച് സമയം ഇതിലും വെയിറ്റ് ചെയ്തിരിക്കണം. 5 മിനിറ്റൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഒരു 1/4 മണിക്കൂർ മുന്നേ പ്ലെയിന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആകാശ കാഴ്ചകളാണ് കാണുന്നത്. ഇതൊക്കെ നമ്മളെ ആ ഒരു ഏരിയ തന്നെയാണല്ലോ. മക്കൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ചെറിയ മക്കളവിടെ ഈ ഒരു പ്ലെയിനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അവരുണ്ടായാലും നമ്മൾ പോയിട്ടില്ല. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ വിൻഡോൻ്റെ ഇടയിൽ കൂടെ അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യയിലായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എയർ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോറ്, ചപ്പാത്തി, പായസം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല സുഖമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. പിന്നെ ആ ഒരു 3.5 മണിക്കൂറാണല്ലോ നമുക്ക് ദുബായിലേക്കുള്ളത്. ആ 3.5 മണിക്കൂർ കുട്ടികളൊക്കെ കൊണ്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറങ്ങിയാൽ പിന്നെ എൻ്റെ ചെറിയ മോൻ നല്ല ഉറക്കിലായിരുന്നു. അവനൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് എണീക്കും, വീണ്ടും ഉറങ്ങും. സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കയ്യിൽ അങ്ങനെ മടിയിലും ചുറ്റും തോടത്തായിട്ടൊക്കെ അങ്ങനെ ഉറങ്ങിയായിരുന്നു. പിന്നെ മറ്റവർക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല. എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. പ്ലെയിനിൽ കയറിയാൽ എത്ര ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് ഉറക്കം വരില്ല. എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് കയറിയാൽ തന്നെ ഉറക്കം വരില്ല. അങ്ങനെ 3.5 മണിക്കൂർ അങ്ങനെ ഇരുന്നു.
എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ വന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിൻഡോ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റി. കുറച്ചൊക്കെ പൊങ്ങുണ്ട്. അതിന്റെ ചെറുത് കുറച്ച് പൊങ്ങിട്ടോ. ഞാൻ പിടിച്ചെങ്കിൽ All will be completed. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ എത്തിയിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വെള്ളം വേണമെങ്കിലും അവിടെ കിട്ടും. നമ്മൾ കൊക്കോകോല, അതുപോലെ ജ്യൂസ്, മിനറൽ വാട്ടർ വേണമെങ്കിൽ അത്, സോഡ വേണമെങ്കിൽ അതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒന്നും കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാകും. കുറേ കഴിഞ്ഞ് ഒരുപാട് മുകളിലെത്തിയതിന് ശേഷമാണ് തായി കാണുന്നത്. നമ്മൾ വിചാരിക്കും ഒന്നും പോകുന്നില്ല, വെയിലിങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ദുബായിലെത്താറായി. കണ്ട ചെറിയ ഈ ബിൽഡിങ്ങുകളൊക്കെ ചെറുതായിട്ടാണ് കാണുന്നത്. ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് സമയം. ഇത് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, രക്ഷയില്ല, ഭയങ്കര രസമായിരുന്നു. രാത്രി നമ്മൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക രസമാണല്ലോ. ഇതാ റോഡുകളൊക്കെ ചെറുതായിട്ടാണ് കാണുന്നത്. കണ്ട ഓരോ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കുറ്റിച്ചെടികളൊക്കെ ആയിരിക്കും കാണുന്നതെന്ന് തോന്നുന്നു. ഏകദേശം ലാൻഡ് ചെയ്യാൻ സമയമായി.
മെയിൻ റോഡെത്തി. താഴത്തെത്തി ഇറങ്ങും. അൽഹംദുലില്ലാ അങ്ങനെ നമ്മളിത് അവിടെ ദുബായ് എയർപോർട്ടിലെത്തി ലാൻഡ് ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇനി നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ലഗേജ് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പോവല്ലോ. അപ്പോൾ പിന്നെ എല്ലാം ഞാൻ ലഗേജ് തന്നെ വിട്ടു. ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമേ കൈ കരുതിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇമിഗ്രേഷനൊക്കെ എത്തുന്ന സമയത്ത് അതായത് നമ്മളിക്ക വന്നിട്ടുണ്ടായിരുന്നു കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ. ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഈ ഒരു യാത്ര തന്നെ ഉണ്ട്. മലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. അവിടേക്ക് മലിയയിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മളത് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ദുബായിലേക്ക് വന്ന സമയത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻസുകളൊക്കെ പറയാനുണ്ടാവും, അതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരാം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ ദുബായിലുള്ള ഈ ഒരു റോഡുകളും അതേ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ ഏകദേശം റൂമിലെത്താറായി. ഒരുപാട് പോർഷൻ ഞങ്ങളിത് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ എമിഗ്രേഷൻ സമയത്തും ഒന്നും നമുക്ക് എയർപോർട്ടിൽ നിന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, മോന് തോടത്തുള്ള കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിതാ ഷോപ്പിൻ്റെ അടുത്തെത്താറായി. ഈ ഷോപ്പിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് നമ്മളെ റൂം ഉള്ളത്. ഇനി നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. വിമാനം